പിന്നെ ഞാൻ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ കണ്ടെയ്നറിൻ്റെ മുകളിലൊക്കെ കയറി ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടാ. ഇതാണെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. ഞാൻ കുണ്ടന്നൂർക്ക് ഒരു രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ രാത്രി അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ പുലർച്ചെ രാത്രിയിൽ നമ്മൾ ലോഡ് ഇറക്കി കിട്ടിയില്ല. അപ്പോൾ പുലർച്ചെ പള്ളിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, തൊട്ടപ്പുറത്ത് നമ്മളൊരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അവർ രാവിലെ എണീറ്റിട്ട് പള്ളിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പോകുന്ന വഴിക്ക് എല്ലാവരും ഇതിങ്ങനെ കഴിക്കണം, ഈ ഞാവൽപ്പഴം വീണത് ഇങ്ങനെ പെറുക്കി കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമല്ലേ ഈ സാധനമാണ്. അപ്പോൾ ഞാൻ അത്ര മൈൻഡൊന്നും ചെയ്തില്ല, ഞാനൊന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വെറുതെ കണ്ടിട്ട് ഈ ഒരു സാധനം നിലത്ത് കിടക്കുന്നപ്പോൾ കണ്ടപ്പോൾ എടുത്ത് ഇങ്ങനെ കഴിച്ചതാട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് അപാര ടേസ്റ്റാട്ടോ, അപാര ടേസ്റ്റ്. നമ്മൾ കുണ്ടന്നൂർ കഴിഞ്ഞായിട്ട് നമ്മൾ നെട്ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുസ്ലിം പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിലാണ് ഈ ഒരു ഞാവൽപ്പഴം നിൽക്കുന്നത്. ഇത് അപാര ടേസ്റ്റാട്ടോ. അത് ആദ്യം ഞാൻ ഈ സാധനം ഒന്നും എടുത്ത് കഴിച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം അങ്ങനെ എടുത്ത് കഴിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ ഒരെണ്ണം കഴിച്ച് ആ വഴിയിൽ കിട്ടിയത് എടുക്കണം കണ്ടപ്പോൾ, നല്ല വൃത്തിയുള്ളത് ഒരെണ്ണം കണ്ടപ്പോൾ ഞാനത് എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഇത്രയും രുചിയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഞാവൽപ്പഴം കഴിക്കുന്നത്.